നമ്മുടെ ശ്രീനിവാസേട്ടൻ അഭിനയിച്ച സിനിമയിൽ ഞാനും ഒരു ഭാഗം ചെയ്തിട്ടുണ്ട്. ആ സിനിമ പത്തേമാരി എന്ന് പറയുന്ന സിനിമയാണ്. അതിൽ മമ്മൂക്കയുടെ നെയ്ബറായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സിനിമകളൊന്നും നമുക്കുണ്ടായിരുന്നില്ല. പിന്നെ ഒരു വടു എന്ന് പറയുന്നൊരു സിനിമ ചെയ്തു. എന്തായാലും ശ്രീനിവാസേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. വളരെയധികം വിഷമം, വളരെയധികം ദുഃഖമുണ്ട്. ഇത്രയും നല്ലൊരു നടൻ, സംവിധായകൻ, ഡയറക്ടർ, നിർമ്മാതാവ്, മഹൽ വ്യക്തിത്വം നമ്മെ വിട്ട് പിരിഞ്ഞു പോയതിൽ വളരെയധികം വിഷമമുണ്ട്. ഞാനെപ്പോഴും എനിക്കിഷ്ടപ്പെടുന്നൊരു പാട്ടുണ്ട്. അത് ഏതാണ്, ഒരു നല്ലൊരു കോമഡി ഒരു പാട്ടുണ്ട്. കാർത്തികയാണ് അതിലൊരു നായികയായിട്ടുള്ളത്. ആ ഒരു പാട്ടിൽ ശ്രീനിവാസേട്ടൻ്റെ അഭിനയമൊക്കെ വളരെ മനോഹരമാണ്. ഞാൻ യാദൃശ്യമായി പത്തേമാരിയിൽ വന്നു. സിനിമയിൽ ഒരു ചെറിയൊരു വേഷം ഞാൻ ചെയ്തു. അതെനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ശ്രീനിവാസേട്ടൻ കൂടി അഭിനയിച്ച അതിൽ മമ്മൂക്ക, ശ്രീനിവാസേട്ടൻ, അതുമാതിരി തന്നെ ഒത്തിരി നടന്മാർ അതിലുണ്ട്. സിദ്ദിഖ, സലീം കുമാർ സാർ, എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിലെങ്ങനെ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞത് ഭയങ്കര ഒരു സന്തോഷം. കാരണം അത് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാലോ, ശ്രീനിവാസേട്ടൻ കൂടിയും അഭിനയിച്ച ഒരു സിനിമയാണ്, നമുക്ക് നല്ല അഭിമാനത്തോടു കൂടി പറയാം. പക്ഷെ നമുക്ക് പിന്നെ സിനിമകളൊന്നും നമുക്കുണ്ടായില്ല. നമ്മൾ സിനിമ അധികം നമ്മളെ തേടി വന്നില്ല, നമ്മളെ തേടി വന്നുമില്ല, നമ്മൾ തേടി പോയുമില്ല. അപ്പോൾ വളരെ സന്തോഷമായിരുന്നു ആ ഒരു സമയത്തൊക്കെ. നല്ലൊരു സ്റ്റോറി ആയിരുന്നു, നല്ലൊരു സിനിമയായിരുന്നു, നല്ലൊരു കഥയും തന്നെയായിരുന്നു. ആ ഒരു സലീം മുഹമ്മദ് സാറ് ഡയറക്റ്റ് ചെയ്ത ആ പടം വളരെയധികം 100 ദിവസം 121 ദിവസമാണ് ഓടി. അപ്പോൾ അതിൻ്റെ ഒരു ഇനാഗുറേഷനൊക്കെ ഉണ്ടായിരുന്നു എറണാകുളത്തൊക്കെ വെച്ച്. അതിലൊക്കെ ഞാൻ പങ്കുകൊണ്ടു. അത് യാദൃശ്യമായി നമ്മൾക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടി. അപ്പോൾ ആ ചാൻസിൽ ഞാനും എൻ്റെ മകനും ഉണ്ടായിരുന്നു. എൻ്റെ മകനും ഞാനും കൂടിയാണ് പോയി ആ ഫിലിമിൽ ചെറിയൊരു വേഷമായിരുന്നു ഞാൻ ചെയ്തത്. അതൊരു വലിയൊരു സന്തോഷമായിരുന്നു. അപ്പോൾ ഇനി നമ്മളെ സിനിമകളൊന്നും നമ്മളെ തേടി വരില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിവുള്ള കലാകാരന്മാർ എന്തോരമുണ്ട്. പലവരോടും നമ്മൾ ചാൻസ് ചോദിച്ചാലും പലവരും നമ്മൾക്ക് ചാൻസ് തരില്ല. പക്ഷേ അതങ്ങനെയാണ്. നമ്മൾ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടക്കണം. നമ്മളറിയില്ല. ഒരു ചെറിയ സിനിമയിലൊരു ഭാഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇതിനു വേണ്ടി തന്നെ പ്രയത്നിക്കണം. നമ്മളെന്നാലേ ആ ഒരു പറയുന്നതിൽ എത്തിപ്പെടുള്ളൂ. എന്തായാലും വളരെയധികം വിഷമമുണ്ട് മനസ്സിന്. അങ്ങനെ ആ ഒരു മഹാനടൻ നമ്മളൊക്കെ വിട്ട് പിരിഞ്ഞു പോയതിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം അത്രയും നല്ല ഒരു വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു മഹൽ വ്യക്തിത്വം ശ്രീനിവാസേട്ടൻ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരു ദാസ, എന്താടാ ദാസ നമ്മളൊക്കെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ആ ഒരു സിനിമയൊക്കെ നമുക്ക് കാണുമ്പോഴേ അതിലൊക്കെ വളരെ നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചോളം സിനിമ ആഗ്രഹം ഉണ്ടെങ്കിലും കൂടി നമ്മൾ പിന്നെ അതിൻ്റെ പിന്നാലെ നമ്മൾ പോയില്ല. സിനിമയുടെ ആ ഒരു വശത്തേക്ക് നമ്മൾ നീങ്ങിയില്ല. നമ്മൾ ഇങ്ങനെ ഒതുങ്ങിക്കൂടി. ഇനി എപ്പോഴെങ്കിലും നല്ല നല്ല സിനിമകളൊക്കെ ദിലീപേട്ടൻ്റെ സിനിമയിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി അക്കു അക്ബർ സംവിധാനം ചെയ്ത സിനിമയാണ്. അതുമാതിരി തന്നെ അക്കു അക്ബർക്കയുടെ ഒരു സംവിധാനം ചെയ്തൊരു സിനിമയാണ് ഭാര്യ അത്ര പോരാ. അതുമാതിരി ഉത്സാഹ കമ്മിറ്റി, അങ്ങനെയൊക്കെ നമ്മൾ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഭാര്യ അത്ര പോരയിൽ എൻ്റെ മകനും ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ഒരു വേദന, മരണവാർത്ത നമുക്ക് വല്ലാത്തൊരു വേദനയായി. കാരണം ആൾ സുഖമില്ലാണ്ടിരിക്കുക തന്നെയായിരുന്നു. ആ സുഖമില്ലായ്മയിൽ നിന്നിട്ടൊക്കെ ആൾ റിക്കവറി ആയെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യാം, അങ്ങനെ ഒത്തിരി നല്ല നല്ല നടന്മാരും നടിമാരും നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി.
നമ്മൾക്ക് ഇനിയും പുതിയ നടിമാരും നടന്മാരും ഉണ്ടാവണം. അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മയിലും ഞാനും ദുഃഖം പങ്കുകൊള്ളുകയാണ്, ദുഃഖത്തിലും പങ്കുകൊള്ളുകയാണ്. അദ്ദേഹത്തിന് നിത്യശാന്തി ലഭിക്കട്ടെ. നന്ദി, നമസ്കാരം പ്രേക്ഷകരെ.